ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2 മിനിറ്റ് പോലും ഇല്ല. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്ട്രോബെറി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൈമല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരുപാട് കാലം സ്ട്രോബെറി കേടുകൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് സിമ്പിളായിട്ട് തന്നെ ഒന്ന് പറഞ്ഞു തരുന്നൊരു വീഡിയോ ആണേ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സ്ട്രോബെറി ഒക്കെ ഒരു സ്റ്റെയിനറിലേക്ക് ഇടുന്നുണ്ട്. നമ്മൾ സ്ട്രോബെറി ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാനാണ്. നമ്മൾ ഒരുപാട് വെള്ളത്തിൽ മുക്കിയിട്ട് ഈ സമയത്ത് കഴുകിയെടുക്കരുത്. നമുക്ക് നന്നായി കഴുകുക നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്താണ്. ഇപ്പോൾ ജസ്റ്റ് ഇതുപോലെ ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ കാണിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുവറ്റിയെടുത്താൽ മാത്രം മതി. ഇല്ലെങ്കിൽ പെട്ടെന്ന് ചീഞ്ഞു പോകും കേട്ടോ. അതിനുശേഷം ഈ സ്ട്രോബെറിയൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ എയർ ടൈറ്റുള്ള ഒരു ബോക്സ് എടുത്തിട്ട് അതിൻ്റെ അടിയിലേക്ക് ഞാൻ ഇതുപോലെ ഒരു പേപ്പറാണ് വിരിച്ചു കൊടുക്കുന്നത്. നമുക്ക് ടിഷ്യൂ വേണമെന്നൊന്നും നിർബന്ധമില്ല, ജസ്റ്റ് ഒരു പേപ്പർ വിരിച്ചു കൊടുത്താൽ മതി. ശേഷം ഇനിയിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറി ഇതുപോലെ വേറൊരു പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് തന്നെ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക. സ്ട്രോബെറിയും ഒരു തുള്ളി വെള്ളം ഇല്ലാത്ത പോലെ നമുക്ക് തുടച്ചെടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഒരു ടവൽ വെച്ചിട്ടൊക്കെ തുടച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ സ്ട്രോബെറി ഇതുപോലെ കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള എല്ലാ സ്ട്രോബെറിയും ഇതുപോലെ ഈ ഒരു കണ്ടെയ്നറിലേക്ക് നിരത്തി വെച്ച് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഞാൻ മുഴുവൻ സ്ട്രോബെറിയും കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പണിയില്ല കേട്ടോ. കണ്ടെയ്നർ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഇങ്ങനെ ചെയ്താൽ ഒരു മാസത്തോളം വരെയൊക്കെ നമുക്ക് സ്ട്രോബെറി ഫ്രിഡ്ജിൽ കേടുകൂടാതിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.